സർവശക്തനായ ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീഡിയോ ശ്രദ്ധിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. 8-10 ദിവസങ്ങളായിട്ട് വീഡിയോ ഒന്നും ചെയ്യുവാനായിട്ട് കഴിഞ്ഞില്ല, അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ക്രിസ്തീയ മതത്തിൽ 7ഓളം കൂദാശകളുണ്ട്. ആ 7 കൂദാശകളിൽ ഒരു കൂദാശയാണ് കുമ്പസാരം എന്ന് പറയുന്നത്. കുമ്പസാരം എന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യന് പാപബോധമുണ്ടായിട്ട് അവൻ ആ പാപത്തെ പുരോഹിതൻ്റെ അടുക്കൽ ചെന്ന് ഏറ്റുപറയുകയും ആ പുരോഹിതൻ അതിന് പ്രായശ്ചിത്തം കൽപ്പിക്കുകയും ആ പ്രായശ്ചിത്തം ഇവൻ ചെയ്തു കഴിയുമ്പോൾ ഇവൻ്റെ പാപം ക്ഷമിക്കുകയും ചെയ്യും എന്നുള്ള വിശ്വാസത്തിലാണ് കുമ്പസാരം നടക്കുന്നത്. വർഷത്തിൽ ഒരിക്കലെങ്കിലും കുമ്പസാരിക്കുന്നവരാണ് ക്രിസ്തുമതത്തിലുള്ളവർ. അപ്പോൾ ക്രിസ്തുമതത്തിൻ്റെ ഈ കുമ്പസാരം എന്ന് പറയുന്നത്, ആ മതത്തിൻ്റെ പുരോഹിതൻ്റെ അടുക്കൽ ചെന്ന് പാവങ്ങളെ ഏറ്റുപറയുകയും ആ പാപത്തിന് പരിഹാരമായിട്ട്, അല്ലെങ്കിൽ ആ പാപം ക്ഷമിക്കണമെങ്കിൽ അതിന് പ്രായശ്ചിത്തമായിട്ട് ചില കാര്യങ്ങൾ പുരോഹിതൻ നിർദ്ദേശിക്കുകയും ആ നിർദ്ദേശാനുസരണം അവൻ പ്രായശ്ചിത്തം കഴിച്ച് ആ പാപത്തിന് ക്ഷമ പ്രാപിക്കുകയും ചെയ്യുകയാണ് പതിവ്. എന്നാൽ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ, അല്ലെങ്കിൽ ക്രിസ്തീയ ആചാരങ്ങളുടെ, അല്ലെങ്കിൽ ക്രിസ്തീയ ക്രമങ്ങളുടെ അടിസ്ഥാനമെന്ന് പറയുന്ന വേദപുസ്തകത്തിന് ഈ കുമ്പസാരവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അല്ലെങ്കിൽ നമുക്കിങ്ങനെ തിരിച്ചു പറയാം, കുമ്പസാരം എന്ന് പറഞ്ഞ കൂദാശ വേദപുസ്തകം അനുകൂലിക്കുന്ന ഒരു കൂദാശയല്ല. അപ്പോൾ വാസ്തവത്തിൽ ഈ കുമ്പസാരം എന്ന് പറയുന്നത് ക്രിസ്തീയ മതത്തിൻ്റെ വെറും ഒരു ആചാരം മാത്രമാണ്, ഒരു കൂദാശ മാത്രമാണ് എന്നുള്ളതാണ്. എന്നാൽ വേദപുസ്തകം കുമ്പസാരിക്കാൻ പറയുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അവിടെ കുമ്പസാരം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് പാവങ്ങളെ ഏറ്റുപറയുന്ന കാര്യം എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ കുമ്പസാരം എന്ന പദം ഉപയോഗിച്ചത്. കുമ്പസാരം എന്ന പദം അവരുപയോഗിക്കുന്നതും ഈ പാപം ഏറ്റുപറയുന്ന കാര്യത്തോടുള്ള ബന്ധത്തിലായതുകൊണ്ടാണ് ഞാനും കുമ്പസാരം എന്ന പദം അവിടെ ഉപയോഗിക്കുന്നത്. വേദപുസ്തകത്തിൽ പറയുന്നത് 2 സ്ഥലത്ത് പാവങ്ങൾ ഏറ്റുപറയുന്നതിനെ കുറിച്ച് നമുക്ക് വായിക്കാനായിട്ട് കഴിയും. ആദ്യത്തേത് യോഹന്നാൻ്റെ ലേഖനം 1-ാം അധ്യായം 9-ാം വാക്യമാണ്. അവിടെ നമ്മൾ വായിക്കുന്നത്, നാം നമ്മുടെ പാവങ്ങളെ ദൈവത്തോട് ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്നാണ്. അങ്ങനെ നമ്മുടെ സകല പാവം പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ്റെ കോണം ദൈവം വിശ്വസ്തനും നീതിമാനുമാണ് എന്നവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ഇവിടെ പാപം ഏറ്റുപറയേണ്ടത് ദൈവത്തോടാണെന്ന് വേദപുസ്തകം പറയുന്നു, അഥവാ യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നു. യേശുക്രിസ്തുവിൻ്റെ ശിഷ്യനായിരുന്ന യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നത് നമ്മുടെ പാവങ്ങളെ നമ്മൾ ദൈവത്തോടാണ് ഏറ്റുപറയേണ്ടതെന്നാണ്. എന്നാൽ ക്രിസ്തു മതത്തിൽപ്പെട്ടവർ പാപങ്ങളെ ഏറ്റുപറയുന്നത് ദൈവത്തോടല്ല, മറിച്ച് ദൈവത്തിൻ്റെ മധ്യസ്ഥനാണെന്നുള്ള വിശ്വാസത്തിൽ ആ പുരോഹിതനോട്, മതത്തിൻ്റെ പുരോഹിതൻ്റെ അടുക്കൽ ചെന്നിട്ടാണ് കുമ്പസാരക്കൂട്ടിൽ കയറി നിന്നുകൊണ്ട് ആ പുരോഹിതനോടാണ് ചെയ്തു പോയ പാവങ്ങളെല്ലാം ഏറ്റുപറയുന്നത്. എന്നാൽ വേദപുസ്തകം പറയുന്നത്, ഒന്നാമത്തെ കാര്യം, നാം നമ്മുടെ പാവങ്ങളെ ദൈവത്തോട് ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ സകല പാവവും ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ്റെ കോണം ദൈവം വിശ്വസ്തനാണ്. അതുകൊണ്ട് നമ്മുടെ പാവങ്ങളെ നാം ദൈവത്തോടെ ഏറ്റുപറയണമെന്നാണ് യോഹന്നാൻ വേദപുസ്തകത്തിലൂടെ നമ്മളോട് പറയുന്നത്. രണ്ടാമത്തെ കാര്യം ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രണ്ടാമത് പാവങ്ങളെ ഏറ്റുപറയുവാൻ പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ കുമ്പസാരം, പാവം ഏറ്റുപറയുന്നതാണല്ലോ കുമ്പസാരിക്കാൻ പറഞ്ഞിരിക്കുന്നത് യാക്കോബ് എന്ന് പറയുന്ന അപ്പോസ്തലനാണ്. അദ്ദേഹം പറഞ്ഞ കാര്യത്തിൽ അദ്ദേഹം ഒരു കാര്യം പ്രത്യേകം പറയുന്നുണ്ട്. ആ കുമ്പസാരത്തിൽ നമുക്ക് ലഭിക്കുന്ന ഒരു അനുഭവം കൂടി പറയുന്നുണ്ട്. യോഹന്നാൻ 1:9 നമ്മൾ ദൈവത്തോട് പാവം ഏറ്റുപറഞ്ഞു കഴിഞ്ഞാൽ ദൈവം പാവം ക്ഷമിക്കുകയും നമ്മളെ നീതീകരിക്കുകയും ശുദ്ധീകരിക്കുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. എന്നാൽ യാക്കോബ് കുമ്പസാരത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. അത് യാക്കോബ് 5:16 നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്, എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിക്കും. ഇവിടെ യാക്കോബ് അപ്പോസ്തലൻ പറയുന്ന കുമ്പസാരം ദൈവത്തോടോ മഹാപുരോഹിതനോടോ കുമ്പസാരം നടത്തണമെന്നല്ല, പാപം ഏറ്റുപറയണം എന്നല്ല പറയുന്നത്.
മറിച്ച് യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് നിങ്ങൾ തമ്മിൽ തമ്മിൽ അന്യോന്യം പാവങ്ങളെ ഏറ്റുപറഞ്ഞ് ഓരോരുത്തരും മറ്റുള്ളവന് വേണ്ടി അന്യോന്യം പാവങ്ങൾ ഏറ്റുപറഞ്ഞ് അന്യോന്യം പ്രാർത്ഥിപ്പിൻ എന്നാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് രോഗശാന്തി വരും, അല്ലെങ്കിൽ രോഗം സൗഖ്യമാകും എന്നാണ് യാക്കോബ് പറയുന്നത്. യാക്കോബ് 5:14 നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങളിൽ ദീനമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ, അവർ കർത്താവിൻ്റെ നാമത്തിൽ അവനെ എണ്ണ പൂശി അവനു വേണ്ടി പ്രാർത്ഥിക്കട്ടെ. എന്നാൽ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. അപ്പോൾ യാക്കോബ് ഇവിടെ പറഞ്ഞു വരുന്ന കാര്യം, നമ്മുടെ പല രോഗങ്ങളുടെയും കാരണം പാപമാണെന്നും, അതായത് പാപം ചെയ്തതുകൊണ്ടാണ് ചില രോഗങ്ങൾ വരുന്നത് എന്നുമാണ് യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത്. അതിന് ഉദാഹരണത്തിന് ഇപ്പോൾ യേശുക്രിസ്തു ബെഥാസ്ദ കുളക്കരയിൽ കിടന്ന് 38 വർഷമായിട്ട് രോഗമുണ്ടായിരുന്ന ഒരു മനുഷ്യൻ ബെഥാസ്ദ കുളക്കരയിൽ ഉണ്ടായിരുന്നു. അവനെ കിടക്ക എടുത്ത് നടക്കുക എന്ന് പറഞ്ഞ് അവനെ എഴുന്നേൽപ്പിച്ചു വിട്ടു. അതിനുശേഷം യേശു അവനെ ദേവാലയത്തിൽ വെച്ച് കണ്ടു കഴിഞ്ഞപ്പോൾ യേശു അവനോട് പറയുകയാണ്, ഇനി അധികം തിന്മയായത് നിനക്ക് ഭവിക്കാതിരിക്കാൻ ഇനി പാപം ചെയ്യരുത് എന്നാണ് പറയുന്നത്. അപ്പോൾ വാസ്തവത്തിൽ ഇനി പാപം ചെയ്താൽ രോഗം വരും, അല്ലെങ്കിൽ അധികം തിന്മയായത് ഭവിക്കുമെന്നാണ് യേശുക്രിസ്തു പറഞ്ഞത്. അപ്പോൾ പല രോഗങ്ങളുടെയും കാരണം പാപമാണെന്ന് യേശുക്രിസ്തു പറഞ്ഞു. എന്നാൽ എല്ലാ രോഗത്തിൻ്റെയും കാരണം പാപമല്ല. അതുപോലെ തന്നെ യേശുക്രിസ്തു ഒരു പക്ഷവാത രോഗിയെ 3-4 പേര് കൂടി ചുമന്ന് യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ആ പക്ഷവാത രോഗിയോട് യേശുക്രിസ്തു പറയുന്നത് എങ്ങനെയാണ്: മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ച് തന്നിരിക്കുന്നു. ആ രോഗത്തിൻ്റെയും കാരണം പാപമായതുകൊണ്ട് പാപമോചനം കൊടുത്ത് ആ രോഗത്തിന് സൗഖ്യം വരുത്തുകയാണ് ചെയ്തത്. അതുപോലെ തന്നെയാണ് യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത്, ഇവിടെ പറയുന്നത്, ഒരുത്തൻ ദീനമായി കിടക്കുന്നു എങ്കിൽ സഭയിലെ മൂപ്പൻ വന്ന് വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ആ പ്രാർത്ഥന കൊണ്ട് അവന് സൗഖ്യം വരികയും അവൻ്റെ പാപം ക്ഷമിക്കുകയും ചെയ്യും എന്നാണ് പറയുന്നത്. അതായത് ഒരു വിശ്വാസി സുഖമില്ലാതെ, അതായത് അവൻ്റെ രോഗം എന്ന് പറയുന്നത് പാപം ചെയ്തത് കൊണ്ടുണ്ടായ രോഗമാണെങ്കിൽ ആ രോഗത്തിൽ നിന്ന് സൗഖ്യം വരാൻ വേണ്ടിയിട്ട് സഭയിലെ മൂപ്പന്മാരെ വരുത്തി അവൻ പ്രാർത്ഥിക്കണം. അങ്ങനെ വരുന്ന മൂപ്പന് വിശ്വാസമുണ്ടെങ്കിൽ, അവൻ വിശ്വാസത്തോടു കൂടിയാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ ആ രോഗിക്ക് സൗഖ്യം വരും. മാത്രമല്ല, അവൻ പാപം ചെയ്തിട്ട് വന്ന രോഗമാണെങ്കിൽ ആ രോഗിയുടെ പാപം ക്ഷമിക്കുകയും ചെയ്യും എന്നാണ് യാക്കോബ് അപ്പോസ്തലനിലൂടെ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നത്. ഇവിടെ സാധാരണ ജനത്തിനൊരു തെറ്റിദ്ധാരണയുണ്ട്. ഒരു രോഗിക്ക് വേണ്ടി ഒരാൾ പ്രാർത്ഥിച്ചിട്ട് അവൻ സൗഖ്യം വന്നില്ലെങ്കിൽ പറയുന്നത് രോഗിക്ക് വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ് സൗഖ്യം വരാത്തതെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവൻ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത്. എന്നാൽ വാസ്തവത്തിൽ യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത് അങ്ങനെയല്ല. സഭയിൽ നിന്ന് മൂപ്പന്മാരെ വരുത്തട്ടെ, ആ മൂപ്പന്മാരെ വിശ്വാസത്തോടു കൂടി രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ എന്നാണ്. അതായത് രോഗിക്ക് വിശ്വാസം വേണമെന്നല്ല യാക്കോബ് പറയുന്നത്, മറിച്ച് പ്രാർത്ഥിക്കുന്നവന് വിശ്വാസം വേണമെന്നാണ് യാക്കോബ് പറയുന്നത്. അപ്പോൾ പ്രാർത്ഥിക്കുന്നവന് വിശ്വാസമുണ്ടെങ്കിൽ, വിശ്വാസത്തോടു കൂടിയാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ അവൻ്റെ രോഗം സൗഖ്യമാവുകയും അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കുകയും ചെയ്യും എന്നാണ് പറഞ്ഞത്. അതിനുശേഷമാണ് യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത്, നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന്, അതായത് ഒരു വിശ്വാസിക്ക് രോഗശാന്തി വരേണ്ടതിന് ആ വിശ്വാസി എന്ത് ചെയ്യണമെന്നറിയോ? തമ്മിൽ പാവങ്ങളെ ഏറ്റുപറയണം. തമ്മിൽ പാവങ്ങളെ ഏറ്റുപറയുകയും ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിക്കുകയും ചെയ്താൽ അവർക്ക് രോഗസൗഖ്യം ലഭിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ കുമ്പസാരിക്കുക എന്ന് പറയുന്നത് ഇത് ദൈവത്തോടുമല്ല പുരോഹിതനോടുമല്ല, മറിച്ച് സഹോദരന്മാർ തമ്മിൽ പാവങ്ങളെ ഏറ്റുപറഞ്ഞ് കുമ്പസാരിച്ചു കഴിഞ്ഞാൽ ആ രോഗം എന്താണോ, രോഗത്തിന് ശാന്തി കിട്ടും, അല്ലെങ്കിൽ ശമനം കിട്ടും, സൗഖ്യം വരുമെന്നാണ് യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത്. അപ്പോൾ യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത്, നിങ്ങൾ തമ്മിൽ പാവങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പിൻ, എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരും എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രിയ സഹോദരന്മാരെ, ഇത് പാപം ഏറ്റുപറഞ്ഞ, അല്ലെങ്കിൽ പാപത്താൽ ഉണ്ടായ രോഗത്തിൻ്റെ വിടുതലിന് വേണ്ടി യാക്കോബ് അപ്പോസ്തലൻ നിർദ്ദേശിക്കുന്ന ഒരു ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. വിശ്വാസികൾ സഹോദരന്മാർ തമ്മിൽ പാവങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് ഒരുവന് വേണ്ടി മറ്റൊരുവനും പ്രാർത്ഥിക്കണം. അങ്ങനെയാണെങ്കിൽ പാപം മൂലമുണ്ടായ രോഗമാണെങ്കിൽ ആ രോഗത്തിൽ നിന്ന് സൗഖ്യം വരും എന്നാണ് യാക്കോബ് അപ്പോസ്തലനിലൂടെ ദൈവാത്മാവ് നമുക്ക് നൽകുന്ന വാഗ്ദാനം.
അപ്പം ഞാൻ ഈ പറയുന്ന കുംഭസാരം എന്ന് പറയുന്നത്, ഒന്നാമത്തെ കുംഭസാരം യോഹന്നാൻ 1:9 നമ്മൾ വായിച്ചു. നാം നമ്മുടെ പാവങ്ങളെ ദൈവത്തോട് ഏറ്റു പറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാവങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാണ് ദൈവം. അപ്പോൾ ഒന്നാമത്തെ കുംഭസാരം എന്ന് പറയുന്നത് ദൈവമാണ്. അപ്പോൾ ദൈവം നമ്മളെ നീതീകരിക്കുന്നു, കുറ്റമില്ലാത്തവനായി കണക്കിടുന്നു. അങ്ങനെ അതാണ് ഒന്നാമത്തെ നമ്മൾ ദൈവത്തോട് കുമ്പസാരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന അനുഭവം അല്ലെങ്കിൽ പ്രതിഫലം എന്ന് പറയുന്നത്. എന്നാൽ രണ്ടാമത്തെ കുമ്പസാരം എന്ന് പറയുന്നത് ദൈവത്തോടല്ല, മറിച്ച് പാപം ചെയ്ത സഹോദരന്മാർ തമ്മിൽ പാപങ്ങളെ ഏറ്റുപറയുകയും അങ്ങനെ ഏറ്റുപറഞ്ഞ് പരസ്പരം പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ പാപം മൂലമുണ്ടായ രോഗമാണെങ്കിൽ രോഗത്തിന് ശമനം വരികയും ആ രോഗത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ കഴിയുകയും ചെയ്യും എന്നാണ് വേദപുസ്തകം നമുക്ക് നൽകുന്ന പ്രബോധനം. അപ്പം അതുകൊണ്ട് ഇങ്ങനെ നിങ്ങൾ കുമ്പസാരിക്കുകയാണെങ്കിൽ, പാപത്താൽ ഉണ്ടായ രോഗമാണെങ്കിൽ ആ രോഗി പരസ്പരം പാപങ്ങളെ ഏറ്റുപറഞ്ഞ് പരസ്പരം പ്രാർത്ഥിക്കുകയാണെങ്കിൽ രോഗത്തിന് ശമനം വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ക്രിസ്തീയ മതത്തിൻ്റെ കുമ്പസാരം പുരോഹിതനോടാണ്. പുരോഹിതനാണ് പാപം മോചിക്കുന്നത്. അവർക്ക് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രായശ്ചിത്തം അവർക്ക് ബാധകമല്ല. അപ്പോൾ അച്ഛൻ ഒരു പ്രായശ്ചിത്തം പറയും. ആ പ്രായശ്ചിത്തം ചെയ്തു കഴിയുമ്പോൾ അവന് പാപം ക്ഷമിക്കും. അപ്പോൾ സകല മനുഷ്യരുടെയും പാപത്തിനു വേണ്ടി പ്രായശ്ചിത്തമായത് യേശുക്രിസ്തുവാണ്. ആ കാര്യം ഈ ക്രിസ്തു മതത്തിലുള്ളവർ അംഗീകരിക്കുന്നില്ല. അതുകൊണ്ടവർ കുമ്പസാരം അച്ഛനോട് പറയും. അങ്ങനെ അച്ഛൻ അവനൊരു പ്രായശ്ചിത്തം നിശ്ചയിക്കും. ആ പ്രായശ്ചിത്തം കഴിച്ച് അവന് പാപമോചനം നേടും. അപ്പോൾ അതുകൊണ്ട് അത് മതത്തിൻ്റെ കൂദാശ വേദപുസ്തകത്തിനും ദൈവത്തിനും എതിരായ ഒരു കാര്യമാണ് എന്നുള്ള കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് വേദപുസ്തകം പറയുന്നത് പള്ളിയിൽ ചെന്ന് അച്ഛനോട് കുമ്പസാരിക്കാനല്ല, മറിച്ച് ഒന്ന് നമ്മുടെ പാവങ്ങളെ ദൈവത്തോട് ഏറ്റുപറഞ്ഞ് കുമ്പസാരിക്കണമെന്നും, രണ്ട് സഹോദരന്മാർ തമ്മിൽ പാവങ്ങളെ ഏറ്റുപറഞ്ഞ് കുമ്പസാരിക്കണമെന്നും വേദപുസ്തകം നമ്മളെ പ്രബോധിപ്പിക്കുകയാണ്. അതുകൊണ്ട് കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ വീഡിയോ ശ്രദ്ധിക്കുന്ന നിങ്ങളിൽ ആരെങ്കിലും രോഗിയാണെങ്കിൽ ആ രോഗികളായ നിങ്ങൾ സഹോദരി സഹോദരന്മാർ പരസ്പരം പാവങ്ങളെ ഏറ്റുപറഞ്ഞ് പരസ്പരം പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ രോഗം പാപം മൂലമുണ്ടായതാണെങ്കിൽ അതിന് സൗഖ്യം വരുമെന്നാണ് വേദപുസ്തകം നമുക്ക് നൽകുന്ന വാഗ്ദാനം. അപ്രകാരം ഈ വാഗ്ദാനം പ്രാപിക്കുവാൻ ഞാൻ നിങ്ങളെ ബുദ്ധി ഉപദേശിക്കുകയാണ്. അപ്പം അതുകൊണ്ട് കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കുന്നു. ദൈവം അനുവദിക്കുന്ന പക്ഷം നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരത്തേക്കും ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും സൂക്ഷിക്കുകയും ചിറകിൻ കീഴിൽ മറയ്ക്കുകയും ചെയ്യട്ടെ.